ഇന്ത്യ വീണ്ടും മിസൈൽ പരീക്ഷണത്തിന് ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിനു മുന്നോടിയായി ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യ നോട്ടാം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് പ്രകാരം ഇന്നോ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഇന്ത്യ മിസൈൽ പരീക്ഷിക്കാൻ പോകുന്നുവെന്നാണ് വിവരം. 3550 കിലോമീറ്റർ വരെ അപകട മേഖലയായി വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. ഇതോടെയാണ് ഇന്ത്യ മിസൈൽ പരീക്ഷണത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്ത കൂടുതൽ ശക്തമാകുന്നത്. ഇതിനു മുൻപ് പുറത്തിറക്കിയ നോട്ടാം മുന്നറിയിപ്പ് 3 തവണയാണ് ഇന്ത്യ പരിഷ്കരിച്ചത്. ഒക്ടോബർ 6-ന് ആദ്യമിറക്കിയ മുന്നറിയിപ്പിൽ അപകട മേഖലയായി നിശ്ചയിച്ചിരുന്നത് 1480 കിലോമീറ്റർ ആയിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഈ മുന്നറിയിപ്പ് പുതുക്കി. അതിലെ ദൂരപരിധി 2520 കിലോമീറ്റർ ആയിരുന്നു. പിന്നാലെ വീണ്ടും പുതുക്കി 3550 കിലോമീറ്ററാക്കി വർദ്ധിപ്പിച്ചു. ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്നത് ഒരു ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈൽ ആകാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഏതുതരം മിസൈലാണ് പരീക്ഷിക്കുന്നതെന്ന് ഇതുവരെയും പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 5 ആണ്. 5000 കിലോമീറ്ററാണ് ഇതിൻ്റെ പ്രഹരപരിധി. നോട്ടാം മുന്നറിയിപ്പ് പ്രകാരം ഇന്ത്യ അഗ്നി 5-ൻ്റെ വേരിയൻറ്റോ അല്ലെങ്കിൽ അഗ്നി 6 മിസൈലിൻ്റെ പരീക്ഷണമോ ആകാം നടത്താൻ പോകുന്നതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഒന്നിലധികം പോർമുനകൾ വഹിക്കാൻ കഴിയുന്ന മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ് ടാർജറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന മിസൈലാകും അഗ്നി 6 എന്നാണ് കരുതുന്നത്. ഏഷ്യ വൻകരയ്ക്കപ്പുറമുള്ള പ്രദേശങ്ങൾ പ്രഹരപരിധിയിൽ നിർത്തുന്ന തന്ത്രപ്രധാനമായ മിസൈലാകും അഗ്നി 6 എന്നാണ് പ്രതീക്ഷ. നിലവിൽ അഗ്നി മിസൈൽ പരമ്പരയിൽ ഇന്ത്യ നടത്തിയ അവസാന 2 പരീക്ഷണങ്ങളും വിജയകരമായിരുന്നു. സെപ്റ്റംബർ 25-ന് ഭാരം കുറഞ്ഞ 2000 കിലോമീറ്റർ പ്രഹരപരിധിയുള്ള അഗ്നി പ്രൈം എന്ന മിസൈൽ പരീക്ഷിച്ചിരുന്നു. അതേസമയം ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണം നിരീക്ഷിക്കാൻ ചൈനയും അമേരിക്കയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ചൈനീസ് നിരീക്ഷണ കപ്പലായ യുവാൻവാങ് 5 എന്ന കപ്പൽ മലേഷ്യയിലെ ക്ലാങ് തുറമുഖത്ത് നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ US-ൻ്റെ നിരീക്ഷണ കപ്പലായ ഓഷ്യൻ ടൈറ്റൻ എന്ന കപ്പൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിനോട് അടുത്ത് എത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണത്തിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. ഇന്ത്യ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ചൈന നിരീക്ഷണം നടത്താറുണ്ട്. ഒരേ സമയം ചൈനയ്ക്കും US-നും താല്പര്യമുള്ള ഒരു മിസൈൽ പരീക്ഷണം നടക്കാൻ പോകുന്നുവെന്നാണ് ഇത്തവണത്തെ പ്രത്യേകത. എന്തായാലും ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഈ ഒരു പരീക്ഷണത്തെ വളരെയധികം പ്രതീക്ഷയോടുകൂടിയും ഒപ്പം തന്നെ ആശങ്കയോടുകൂടിയൊക്കെയാണ് ഉറ്റുനോക്കുന്നത്. എന്താണ് നടക്കാൻ പോകുന്നതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ എത്രത്തോളം ദൂരപരിധി അല്ലെങ്കിൽ പ്രഹരപരിധിയുള്ള മിസൈലാകാം പരീക്ഷിക്കാൻ ഇന്ത്യ പോകുന്നതെന്നുള്ളതൊക്കെ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു മിസൈൽ പരീക്ഷണത്തിനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്.